ശരണം അമ്മേ. ശുഭ്രവസ്ത്രം ധരിച്ചു പ്രസന്നയായി, ശുഭ്രപുഷ്പമാല്യങ്ങളാൽ പൂജ്യയായി, അക്ഷമാലയും പുസ്തകം വീണയും കയ്യിലേന്തുന്ന സൗമ്യസ്വരൂപിയായി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ സീതാദേവി ശ്രീരാമനെ വിവാഹം കഴിക്കുന്നതും വനത്തിലേക്ക് അച്ഛൻ്റെ ആദേശപ്രകാരം പോയ രാമന്റെ കൂടെ സീതയും ലക്ഷ്മണനും അനുകരിച്ചതും, അവിടെ വെച്ച് അഗ്നിഭഗവാൻ രാമന്റെ നേരെ പ്രത്യക്ഷപ്പെടുന്നതും, സീതയെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഛായാസീതയെയും കൊണ്ടുപോകണം, അഗ്നിപരീക്ഷ നടക്കുന്ന സമയത്ത് ഞാൻ സീതയെ അങ്ങയ്ക്ക് തിരിച്ചു തന്നുകൊള്ളാം എന്ന് അഗ്നിദേവൻ പറയുന്നതും വരെയുള്ള ഭാഗങ്ങളാണ് നാം അവലോകനം ചെയ്തത്. അത് കേട്ടപ്പോൾ ലക്ഷ്മണനെ പോലും അക്കാര്യം അറിയിക്കാതെ അഗ്നി പറഞ്ഞ ആ വാക്കുകളെ സ്വീകരിച്ച്, ഹേ നാരദ, അഗ്നിദേവൻ ഉടനെ യോഗശക്തി കൊണ്ട് സീതയ്ക്ക് തുല്യം ആകാരഭംഗിയും ഗുണമുള്ള മായാസീതയെ സൃഷ്ടിച്ച് രാമചന്ദ്രന് നൽകി. സാക്ഷാൽ സീതയെയും കൂട്ടിക്കൊണ്ട് അഗ്നിദേവൻ പോയി. ഗോപ്യമായിട്ടുള്ള ഇക്കാര്യം ആരോടും പറയരുത് എന്ന് വിലക്കുകയും ചെയ്തു. ലക്ഷ്മണന് പോലും ഇത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെ രാമൻ ഒരു ദിവസം കനകമയമായ ഒരു മാനിനെ കണ്ടു. അതിനെ പിടിച്ചുകൊണ്ടുവരാൻ സീത രാമനെ നിർബന്ധിച്ചു. വനത്തിൽ ജാനകിയെ രക്ഷിക്കാൻ ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ട് രാമൻ ആ മാനിനെ അതിവേഗം പിന്തുടർന്നു. അമ്പുകൾ വർഷിച്ച് അതിനെ വധിച്ചു. മരണസമയത്ത് ആ മായാമൃഗത്തിന്റെ മുഖത്ത് നിന്ന് ഹാ ലക്ഷ്മണ എന്ന ശബ്ദം പുറപ്പെട്ടു. മുമ്പിൽ കണ്ട ഹരിയെ സ്മരിച്ചുകൊണ്ട് ഉടൻ തന്നെ ആ മൃഗശരീരം വെടിഞ്ഞു. മൃഗദേഹം വെടിഞ്ഞ അവൻ ദിവ്യരൂപം കൈക്കൊള്ളുകയും രത്നനിർമ്മിതമായ വിമാനത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോകുകയും ചെയ്തു. ആ മാരീചൻ വൈകുണ്ഠദ്വാരത്തിലെ കാവൽക്കാരുടെ കിങ്കരനായിരുന്നു. ദ്വാരപാലന്മാരുടെ ഇരുവരുടെയും നിർദ്ദേശമനുസരിച്ച് അവൻ വീണ്ടും വൈകുണ്ഠദ്വാരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഹാ ലക്ഷ്മണ എന്ന ദീനമായ വിളി കേട്ടപ്പോൾ സീത ലക്ഷ്മണനെ രാമസന്നിധിയിലേക്ക് ചെല്ലാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ രാമനും ലക്ഷ്മണനും പോയി കഴിഞ്ഞപ്പോൾ അജയ്യനായ രാവണൻ സീതയെയും കൊണ്ട് അപഹരിച്ച് അനായാസം ലങ്കയിലേക്ക് പോയി. ലക്ഷ്മണനെ വനത്തിൽ വെച്ച് കണ്ട രാമൻ വളരെ വിഷാദിച്ചു. വേഗം ആശ്രമത്തിലേക്ക് ചെന്നു. എങ്കിലും സീത അവിടെ ഉണ്ടായിരുന്നില്ല. കുറെ നേരത്തേക്ക് രാമൻ മൂർച്ഛിതനായി, അത്യധികം ദുഃഖിതനായി വീണ്ടും വീണ്ടും വിലപിച്ചു. സീതയെ അന്വേഷിച്ച് പിന്നെയും ചുറ്റിക്കറങ്ങി. കുറച്ചു കാലത്തിന് ശേഷം ഗോദാവരി തീരത്ത് വെച്ച് സീതയെ സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിച്ചു. അപ്പോൾ വാനരന്മാരുടെ സഹായത്തോടെ രാമചന്ദ്രൻ സമുദ്രത്തിൽ സേതു ബന്ധിച്ച് അങ്ങനെ ലങ്കയിൽ ചെന്ന് രാവണനുമായി യുദ്ധം ചെയ്ത് യഥാസമയം രാമൻ രാവണനെയും അവന്റെ ബന്ധുജനങ്ങളെയും വധിച്ചു. എന്നിട്ട് സീതയെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കി. യഥാസമയം അഗ്നിദേവൻ അവിടെ എത്തി യഥാർത്ഥ ജാനകിയെ രാമചന്ദ്രന് നൽകി. അപ്പോൾ മായാസീത വന്യദേവനോടും രാമചന്ദ്രനോടും വിനയപൂർവ്വം ചോദിച്ചു, ഞാൻ ഇനിയും എന്ത് ചെയ്യണം? അതിനുള്ള മാർഗം പറഞ്ഞാലും എന്ന്. കേട്ട ശ്രീരാമനും അഗ്നിയും പറഞ്ഞു, ഹേ ദേവി, നീ തപസ് ചെയ്യുന്നതിനായി പുണ്യപ്രദമായ പുഷ്കരതീർത്ഥത്തിലേക്ക് പോകുക. അവിടെ വെച്ച് തപസ് ചെയ്ത് നിനക്ക് സ്വർഗലക്ഷ്മിയായി തീരാം. അങ്ങനെ പറഞ്ഞത് കേട്ട അവൾ മായാസീത പുഷ്കരതീരത്തിൽ ചെന്ന് 3 ലക്ഷം ദിവ്യവർഷം കഠിനമായ തപസ് ചെയ്ത് സ്വർഗലക്ഷ്മിയായി തീർന്നു. ആ ഛായാസീത തന്നെ ദീർഘകാലത്തെ തപസ്സുകൊണ്ട് ദ്രുപദ രാജാവിന്റെ യജ്ഞകുണ്ഡത്തിൽ നിന്ന് ജനിച്ചു. അങ്ങനെ ദ്രുപദപുത്രിയായ അവൾ ദ്രൗപദി എന്ന പേരിൽ പാണ്ഡവരുടെ പ്രിയ പത്നിയായി തീർന്നു. അപ്പോൾ ഇതൊക്കെ ഇത്രയും ദീർഘമായിട്ട് വേദവതിയിൽ നിന്നും സീത, പിന്നെ ആ സീതയിൽ നിന്നും മായാസീത,
ആ മായാസീത വീണ്ടും ദ്രൗപദിയായിട്ട് ദ്രുപദന്റെ പുത്രിയായിട്ട് ജനിച്ച കഥയൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ കൃതയുഗത്തിൽ കുശധ്വജന്റെ പുത്രിയായിരുന്ന വേദവതി ത്രേതായുഗത്തിൽ ജനകന്റെ പുത്രിയായ രാമപത്നിയായി സീതയായി ഭവിച്ച് ദ്വാപരയുഗത്തിലെ ഛായാസീതയാണ് ദ്രൗപദീ ദേവിയായി ജനിച്ചത്. അങ്ങനെ 3 യുഗങ്ങളിലും വിരാജിക്കുന്ന അവളെ ത്രിഹായണി എന്ന് വിളിച്ചു വരുന്നു. ഈ 3 യുഗങ്ങളിലും ഈ 3 പേരുകളിൽ അവതരിച്ചതുകൊണ്ട് ത്രിഹായണി എന്ന പേര് ലഭിച്ചു എന്നവിടെ പറഞ്ഞു. കഥ കേട്ടുകൊണ്ടിരുന്ന നാരദൻ ചോദിക്കണോ, ഹേ ഋഷീശ്വര, ആ ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവാൻ എന്താണ് കാരണം? എൻ്റെ ഉള്ളിലുള്ള ഈ സന്ദേഹത്തെ നിവാരണം ചെയ്തു തരണം എന്ന് ചോദിക്കണു. ഉത്തരമായിട്ട് ശ്രീനാരായണൻ അതിനുള്ള കാരണത്തെയാണ് അവിടെ പറയാൻ തുടങ്ങുന്നത്. നാരദ, ലങ്കയിൽ വെച്ച് യഥാർത്ഥ സീത രാമചന്ദ്രനെ പ്രാപിച്ചല്ലോ. അപ്പോൾ രൂപ യൗവന സമ്പന്നയായ ഛായാസീതയ്ക്കുണ്ടായ ചിന്തയ്ക്ക് അതിരുണ്ടായില്ല. അഗ്നിദേവന്റെയും രാമചന്ദ്രന്റെയും ആജ്ഞയനുസരിച്ച് അവൾ ശങ്കരനെ ഉപാസിച്ചു. ഭർത്താവിനെ വേണമെന്ന ആഗ്രഹത്തോടെ അവൾ കാമാതുരിയായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. പതിം ദേഹി പതിം ദേഹി പതിം ദേഹി ത്രിലോചന പതിം ദേഹി പതിം ദേഹി പഞ്ചവാരം ചകാരസ. ശ്ലോകം നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ്. ഹേ ത്രിലോചന, ത്രിലോചനൻ ശിവൻ. ഹേ മഹാദേവ, പതിയെ നൽകിയാലും പതിയെ നൽകിയാലും പതിയെ നൽകിയാലും പതിയെ നൽകിയാലും പതിയെ നൽകിയാലും എന്നിങ്ങനെ 5 തവണ അവള് ഈ ശ്ലോകത്തിലൂടെ മഹാദേവനോട് ആവശ്യപ്പെട്ടു. ശങ്കരൻ ആ പ്രാർത്ഥന കേട്ട ചിരിച്ചുകൊണ്ട്, പ്രിയെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകും എന്ന വരം നൽകി. അതിനാൽ അവൾ പാണ്ഡവന്മാർ 5 പേരുടെയും പത്നിയായി തീർന്നു. ഇങ്ങനെ ഞാൻ അങ്ങയോട് സകലതും പറഞ്ഞു. ഇനി പറഞ്ഞുകൊണ്ടുവന്ന വിഷയമെന്താ, അത് കേൾക്കൂ. ഭഗവാൻ രാമചന്ദ്രൻ ലങ്കയിൽ ചെന്ന് സീതയെ നേടുകയും ലങ്കാരാജ്യം വിഭീഷണന് നൽകുകയും ചെയ്തിട്ട് വീണ്ടും അയോധ്യയിലേക്ക് പോയി. 10,000 വർഷം ഭാരതത്തിൽ രാജ്യഭരണം നടത്തിയിട്ട് സകല പുരവാസികളോടും കൂടി വൈകുണ്ഠത്തിലേക്ക് പോകുകയും ചെയ്തു. കമലാംശയായ വേദവതി ആ കമലയിൽ തന്നെ ലയിച്ചു. ഈ പുണ്യകഥ പുണ്യപ്രദവും പാപനാശകവുമാണ്. ഇത് പൂർണ്ണമായി ഞാൻ ആഖ്യാനം അങ്ങക്ക് പറഞ്ഞു കേൾപ്പിച്ചു. 4 വേദങ്ങളും മൂർത്തിരൂപം പൂണ്ട് സദാ അവളുടെ ജിഹ്വാഗ്രത്തിൽ വസിച്ചിരുന്നതുകൊണ്ടാണ് അവൾ വേദവതി എന്ന് വിഖ്യാതയായത്. ഇനി ധർമ്മധ്വജന്റെ പുത്രിയുടെ കഥ ഞാൻ പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞ് അടുത്തതായിട്ട് ധർമ്മധ്വജന്റെ കഥയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കഥ ഇവിടെ രാമായണ കഥയെല്ലാം വളരെ എളുപ്പത്തിൽ ഒരൊറ്റ അധ്യായം കൊണ്ട് ഏതാണ്ട് രാമായണത്തിനെ പൂർണ്ണമാക്കിയെന്ന് മാത്രമല്ല, സീതയുടെ പൂർവചരിത്രവും പിന്നീട് ദ്രൗപദിയുടെ ചരിത്രവും, എങ്ങനെയാ ദ്രൗപദി പഞ്ചപാണ്ഡവന്മാർക്ക് ഭാര്യയായിട്ട് 5 പേർക്ക് ഭാര്യയായിട്ട് ഭവിച്ചത് എന്നുള്ള കഥയെല്ലാം ഇവിടെ ഇതാക്കി. ഈ ഒരു തത്വത്തിനെ എടുത്തുകൊണ്ടാണ് നമ്മുടെ ആചാര്യൻ മറ്റേ കിളിപ്പാട്ട് രാമായണത്തിൽ മായാസീതയുടെ കഥ അവിടെ വിവരിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് പലരും എവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേവീഭാഗവതത്തിലൂടെ പറയുന്നുണ്ട് ആ കഥ എന്ന് മനസ്സിലാക്കണം. ഏതായാലും ഇതോടുകൂടി 16-ാമത്തെ അധ്യായം അവിടെ സമാപിച്ചു. നാളെ മുതൽ നമുക്ക് അടുത്ത 17-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹരേ നമഃ.